മുത്തങ്ങ കേസിൽ ഏറ്റവും സുപ്രധാനമായ വിധി പ്രസ്താവം വരുന്നു. ഗൂഢാലോചന പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഗൂഢാലോചന കേസിൽ പ്രതികളായ എല്ലാവരെയും വെറുതെ വിട്ടിരിക്കുന്നു. അതേസമയം കുറ്റം ചെയ്ത, അതായത് കൊലപാതകം നടത്തിയ ഒരാൾ, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. കുറ്റം ചെയ്തത് ഒരാൾ മാത്രമാണ് എന്ന് കോടതി കാണുന്നു. ആ പ്രതി ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നുമില്ല. ഗൂഢാലോചന കേസിൽ അകപ്പെട്ട 35 പേരെയും വെറുതെ വിട്ടിരിക്കുന്നു. വളരെ സുപ്രധാനമായ കാര്യം, ഈ കൊലപാതകം നടത്തിയത് ഒരാൾ ആണ്. ആ ഒരാൾ ഇപ്പോൾ, ആ പ്രതി, കൊലപാതകം നടത്തിയ പ്രതി ജീവിച്ചിരിക്കുന്നില്ല എന്ന് കോടതി പറയുന്നു. അപ്പോൾ മുത്തങ്ങ കേസിൽ കോൺസ്റ്റബിൾ വിനോദിന്റെ കൊലപാതക കേസിൽ വളരെ സുപ്രധാനമായ വിധി വരികയാണ്. CK വിജയൻ വിവരങ്ങളുമായി. വിജയൻ, ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസാണ്. ഇപ്പോൾ ഗൂഢാലോചന സ്റ്റാൻഡ് ചെയ്യില്ല എന്ന് വിചാരണ കോടതി വ്യക്തമാക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും അതെ. ആ കേസിൽ ഏറ്റവും നിർണായകമായ കാര്യം ഗൂഢാലോചന എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ആ ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായില്ല എന്നതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ കേസിൽ ഈ കുറ്റം ചെയ്തതിൽ, അതായത് ഗൂഢാലോചന കുറ്റം ചെയ്തതിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളാണെങ്കിൽ ഇപ്പോൾ ജീവനോടെ ഇരിപ്പുമില്ല. അതുകൊണ്ട് ഈ ഗൂഢാലോചന എന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായില്ല എന്ന് അസന്നിഗ്ധമായി ഇപ്പോൾ കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ ആദ്യം മുതൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഘടിതമായി പോലീസിനെ ഉൾപ്പെടെ വധിക്കുക, അല്ലെങ്കിൽ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗൂഢാലോചന നടത്തി സംഘം ചേർന്നു, ആയുധങ്ങളുമായി സംഘം ചേർന്നു എന്നതുൾപ്പെടെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ. എന്നാൽ ആ ചാർജ് നിലനിൽക്കുന്നതല്ല എന്നാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. വിനോദിന്റെ കൊലപാതകത്തിൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായില്ല. ആ പ്രതി ഒരാൾ മാത്രമാണ് അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ആ പ്രതിയാകട്ടെ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നുമില്ല